എറണാകുളത്ത് അക്വേറിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ കാണാൻ വേണ്ടി ചെന്നു. പണ്ട് തൊട്ടേ എനിക്ക് അക്വേറിയം ഭയങ്കര ഇഷ്ടമായിരുന്നു, മീനൊക്കെ വളർത്താൻ വേണ്ടി. വീട്ടിൽ കുളമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഗപ്പിയെ സ്റ്റാർട്ട് ചെയ്തത്. ഗപ്പിയൊക്കെ ഇഷ്ടംമാതിരിയായി. പിന്നെ ഗോൾഡ് ഫിഷ് തുടങ്ങി. ഗോൾഡ് ഫിഷ് അക്വേറിയം മേടിച്ച് തുടങ്ങിയാണ്, പക്ഷേ ഗോൾഡ് ഫിഷ് ആഴത്തിൽ ചത്തു പോകപ്പെടും. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ വീട്ടിൽ സമ്മതിക്കാതെയായി. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാണ് വീട്ടിൽ അക്വേറിയം മേടിക്കുന്നത്. അക്വേറിയം ഷോ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നു. ടിക്കറ്റിന് അവിടെ ഗൂഗിൾ പേ ഉണ്ട്, മറ്റേ കാശുമുണ്ട്. 100 രൂപയാണ് പ്രൈസ് വരുന്നത്. വീട്ടുകാരൊക്കെ ആയിട്ട് പോകാൻ നല്ല ഇതായിരിക്കും, കാരണം വലിയ വലിയ മീനുകളാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാ കൊല്ലവും അക്വേറിയം വരുന്നതാണ്. ഇത് ആലപ്പുഴ വന്നതിന് അത്രയും വെറൈറ്റീസ് ഇല്ലെന്ന് തോന്നുന്നു, കാരണം ആലപ്പുഴ വലിയ ഇതായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ടൈപ്പ് വലിയ മീനുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ട് തോന്നുന്നത് നമുക്ക് ഗ്ലാസിൻ്റെ താഴെ നിൽക്കുന്നൊരു ഫീലിംഗ് ഉണ്ട്. പണ്ട് ഇവിടെയെങ്കിലും അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഗ്ലാസിൻ്റെ താഴെ നിൽക്കുന്നത് വെച്ചാൽ ഒരു അക്വേറിയത്തിനുള്ളിൽ നിൽക്കുന്ന പോലെ ഫീൽ നമുക്ക് വരും. ഇപ്പോൾ ഒരു വെറൈറ്റി അതാണ് കാണിക്കുന്നത്. ഇവർ ഈ വലിയ വലിയ മീനിനെ കാണിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഇതെങ്ങനെ അവർ അറേഞ്ച് ചെയ്യുമെന്ന്. കാരണം വെള്ളം ക്ലിയറായിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മീൻ വളർത്തിയാലേ മനസ്സിലാകത്തുള്ളൂ. അക്വേറിയം മീൻ വളർത്തുമ്പോൾ മനസ്സിലാവും അതിൻ്റെ അകത്ത്. അത് ക്ലിയറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പമ്പൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ അവർ സൂംബ ഡൈവിങ്ങിന് കാണിച്ചിട്ടുണ്ട്, മത്സ്യകന്യയെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അത് കാണിച്ചപ്പോൾ സൂംബ ഡൈവിങ്ങിന് ആൾ ഒരുപാട് വെറൈറ്റീസ് പുള്ളി ബബിൾ വെച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ മത്സ്യകന്യ ഒരു ലേഡി, അതിൻ്റെ ജീവിത കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷോയാണ് ഈ കാണുന്നത്. അത് ഒരുപാട് സമയമെടുത്താണ് തീരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും പുള്ളിക്കാരി ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ മേളിൽ പോയി താഴെ വരും. ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെയാണ് ഈ കാല് മത്സ്യകന്യയുടെ ഇത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ കഷ്ടപ്പാടേ അതിൻ്റെയൊക്കെ ഓരോരുത്തർക്കും ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടല്ലോ. മാറി മാറി നിൽക്കുക, ഷിഫ്റ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ കാലിലൊക്കെ ആയിട്ട് ഇങ്ങനെ നീന്തണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. പിന്നെ പാർക്കുണ്ട്. പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഈ പണ്ട് ഈ സ്വർണ്ണ മിഠായി കിട്ടുമായിരുന്നു. പണ്ട് ആൻറ്റി മേടിച്ചിട്ട് വരുമായിരുന്നു സ്വർണ്ണ മിഠായിക്ക്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ടൈപ്പ് ഗോൾഡൻ ഡോളറിൻ്റെ മിഠായി. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ആൻറ്റി കൊണ്ടുവന്ന കാര്യമാണ് ഇപ്പം കാണുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉള്ള ഫുഡുണ്ട്, സ്നാക്സ് ഉണ്ട്, ഐസ്ക്രീമുണ്ട്, ജ്യൂസുണ്ട്. അങ്ങനെ പല പല വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട്. ഫാമിലിയായിട്ട് പോയാൽ നല്ല ഇതായിരിക്കും. പാർക്കുള്ള പിള്ളേർക്ക് സന്തോഷമായിരിക്കും. എങ്ങനെ വിളിച്ചാലും ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഇത് അവിടെ ഉണ്ട്. ഞാൻ പെട്ടെന്നെല്ലാം വാച്ച് ചെയ്തിട്ട് പോന്നു. ഇനി ഒന്നുകൂടി പോകണമെന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു പോയിട്ട്. അപ്പോൾ നിങ്ങളും പിള്ളേരൊക്കെ ആയിട്ട് പോകും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ. പാർക്കെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും കയറാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് ഊഞ്ഞാലാട്ടമുണ്ട്, വലിയ വലിയ ചക്രമുണ്ട്. അതിൽ കയറിയാൽ നമുക്ക് കൊച്ചി മൊത്തം കാണാൻ പറ്റും. പിന്നെ ഗൺ ഫയറിംഗ് ഉണ്ട്, പന്തേറുണ്ട്, റിങ് എറിയുന്നുണ്ട്. അങ്ങനെ പല പല ടൈപ്പ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ്, ഐസ്ക്രീമുണ്ട്, ഒരുപാട് സ്നാക്സ് ഉണ്ട്. പിന്നെ വറുത്ത പൊരിച്ച ഇഷ്ടംമാതിരി ഐറ്റംസും ഉണ്ട്. ഞാൻ കുറച്ച് മേടിച്ചുകൊണ്ട് പോന്നു. പിന്നെ വീട്ടിലേക്ക് ആവശ്യങ്ങളായ ഐറ്റംസൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് ബജ്ജി കാര്യങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാവും, ഐസ്ക്രീം ഉണ്ടാവും. നമുക്ക് ഫാമിലിയായിട്ട് പോകാൻ പറ്റിയാൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. റിലാക്സേഷൻ ആയിരിക്കും. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പോകുന്നത് ജീവിതത്തിൽ നല്ലതായിരിക്കും. നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. പിന്നെ ഈ സൂംബ ഡൈവിങ്ങും മത്സ്യകന്യയും വേറെ പോർഷനിലാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ചെന്നപ്പോൾ ഇവിടെ കാണാത്തപ്പോൾ ഞാൻ ഓർത്ത് പറ്റിക്കാണെന്ന് ഓർത്തു. ഞാൻ ഇറങ്ങിപ്പോരാന്ന് ആദ്യം ഓർത്തത്. അപ്പോൾ അതൊരു വെറൈറ്റി ആണെന്ന് ചെന്നപ്പോഴാണ് പിന്നെ കണ്ടത്. ഈ പുള്ളിക്കാരൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കണ്ടോ, എല്ലാവരെയും ഹായ് കാണിക്കുന്നുണ്ട്. ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഹായ് കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് മുകളിലേക്ക് പോകും, താഴെ വരും. അപ്പോൾ മാസ്കൊന്നും ഇല്ല, കാലിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ,
ഞാനോർത്തു എൻ്റെ പൊന്നെ എന്ത് കഷ്ടപ്പാടായിരിക്കും. നീന്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താ നീന്തലിൻ്റെ ഒരു ഇതെന്ന് പറയണ്ടേ. കാല് ലോക്കായി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഓർക്കും ഇങ്ങനെയൊക്കെ. എല്ലാവരെയും ഇങ്ങനെ ഹായ് കാണിച്ചുകൊണ്ടിരിക്കണം കുറേ സമയത്തോളം കാണിച്ചുകൊണ്ടിരിക്കണേ. ചിലപ്പോൾ ഷിഫ്റ്റ് ആയിരിക്കാം, വേറെ ഉണ്ടായിരിക്കുമേ. ഇടയ്ക്ക് പുള്ളി മേളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സൂംബ ഡൈവിങ്ങിൻ്റെ ആളാണെങ്കിൽ നമ്മളെ ഈ ഓക്സിജൻ്റെ സിലിണ്ടർ വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ബബിൾ വെച്ച് ഓരോ വെറൈറ്റീസ് കാണിച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു കവിത തോന്നി. ഞാൻ സെൽഫിയൊക്കെ എടുത്ത പുള്ളിയായിട്ട്. പുള്ളി അപ്പോഴും ഓരോ മാജിക് പോലെ കാണിച്ചുകൊണ്ടിരിക്കും. ബബിൾ വെച്ച് ഇങ്ങനെ ഒരു റിങ് ഉണ്ടാക്കുന്നു, പിന്നെ ലവ് പോലെ ഉണ്ടാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും പുള്ളി കാണിക്കുന്നുണ്ട്. പിള്ളേരെയും കൊണ്ടൊക്കെ പോയാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ കുഞ്ഞുണ്ണിയായിട്ട് ഒരു ദിവസം പോകണമെന്നിരിക്കുകയാണ് തീരുന്നതിന് മുമ്പായിട്ട്. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ എറണാകുളത്ത് ഇങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടപ്പോൾ കയറിയെന്നാണ്.